أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله حمدا دائما أبدا والحمد لله ثم الحمد لله الحمد لله رب العالمين على ما كان يلهمني الحمد لله. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, ധൂർത്തും പ്രത്യാഘാതങ്ങളും എന്ന വിഷയം കഴിഞ്ഞയാഴ്ച നാം സംസാരിച്ച് തുടങ്ങി. സാമ്പത്തിക രംഗത്തുള്ള എല്ലാ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ പറഞ്ഞു വന്നതിൻ്റെ കൂട്ടത്തിൽ മറ്റുള്ളവരുടെ സമ്പത്തുമായി ബന്ധപ്പെട്ടതല്ല, ഒരാൾ തൻ്റെ മുന്നിൽ എത്തിപ്പെട്ട, തൻ്റെ അക്കൗണ്ടിൽ വന്നെത്തിയ, തൻ്റെ അധീനത്തിൽ വന്നെത്തിയ ധനം കൈകാര്യം ചെയ്യുന്നിടത്തുള്ള ക്രൈം, അഥവാ പടച്ച തമ്പുരാൻ നമ്മെ ഏൽപ്പിച്ച സമ്പത്ത് നാം കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് നല്ല ജാഗ്രതയും സൂക്ഷ്മതയും അനിവാര്യമാണ്, അത്യാവശ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഖൈർ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ സമ്പത്ത്, ഗുണം, നന്മ എന്ന് വിശേഷിപ്പിച്ച് പരിചയപ്പെടുത്തിയ സമ്പത്ത്, ഖിയാം, ജീവിത നിലനിൽപ്പിന് അഭിവാജ്യ ഘടകം എന്ന് പരിചയപ്പെടുത്തിയ സമ്പത്ത്, അല്ലാഹു നമ്മെ ഏൽപ്പിച്ച ധനം, അത് അതിൻ്റെ മേഖലകളിൽ കൈകാര്യം ചെയ്യാതെ, ചിലവഴിക്കാതെ, ഉപയോഗപ്പെടുത്താതെ കെട്ടിപ്പൂട്ടി വെക്കുന്നതും പിശുക്കി വെക്കുന്നതും, അനവസരങ്ങളിൽ, അരുതായ്മകളിൽ, വിലക്കപ്പെട്ട മേഖലകളിൽ അല്ലാഹു നമ്മെ ഏൽപ്പിച്ച സമ്പത്ത് വാരി വിതറിക്കൊണ്ട് ദൂർത്തടിക്കലും അല്ലാഹുവിന് വെറുപ്പാണ്, അല്ലാഹുവിന് ദേഷ്യമാണ്. അല്ലാഹു വെറുപ്പായ എന്താ സംഭവിക്കുക? നിങ്ങളെ മോനെ നിങ്ങൾ പൈസ കൊടുത്തു, രക്ഷിതാവ് ഇന്ന മേഖലയിൽ ഇത്രയൊക്കെ ചെലവാക്ക് മോനെ. ആദ്യം അവൻ ധിക്കരിച്ച് തോന്നിയ പോലെ അവൻ അത് നശിപ്പിച്ചു. രണ്ടാമതും ബാപ്പയായ നിങ്ങൾ കൊടുത്തു നോക്കൂ. ഇത് ഇവന് ശീലാണെങ്കിൽ പിന്നെ ബാപ്പ, വെളിവുള്ള ബാപ്പ എന്താ ചെയ്യുക? അവൻ ആ പണിക്ക് ഏൽപ്പിക്കൂല, കയ്യിൽ ഏൽപ്പിക്കലാണ്, നിർത്തും. അള്ളിയും ചെയ്യും ഈ പണി. ലഇൻ ശകർത്തും ലഅസീദന്നക്കും, പറഞ്ഞ പോലെ ചെയ്താലോ കൂട്ടി തരും ധനം. ഇതാണ് ഖുർആൻ പറഞ്ഞത്. അപ്പൊ ഇക്കാര്യത്തിൽ നമുക്ക് നല്ല ജാഗ്രത വേണം. ആ ജാഗ്രത കൈവിട്ടു പോയാൽ അള്ളാഹ്ക്ക് വെറുപ്പാവും. പ്രസിദ്ധമായ ഒരു ഹദീസ് ഇമാം മുസ്ലിം റഹിമഹുല്ല സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുദൂതര് പറഞ്ഞു തരുന്നു, ഇന്നല്ലാഹ യർളാ ലക്കും സലാസാ വയക്റഹു ലക്കും സലാസാ. നിങ്ങളിൽ നിന്ന് അല്ലാഹു 3 കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നു, തൃപ്തിപ്പെടുന്നു. ആ 3 കാര്യങ്ങളിൽ നിങ്ങളിൽ പ്രകടമാകുന്നത്, നിങ്ങളിൽ ഉണ്ടാകുന്നത് അല്ലാഹുവിന് ഏറെ ഇഷ്ടമാണ്. വയക്റഹു ലക്കും സലാസാ, വേറെ 3 കാര്യങ്ങൾ അത് നിങ്ങളുടെ കാര്യത്തിൽ അല്ലാഹു വെറുക്കുന്നു. ആ 3 കാര്യങ്ങൾ നിങ്ങളിൽ നിന്നുണ്ടാകുന്നത് അല്ലാഹുവിന് വെറുപ്പുമാണ്. ഇതെല്ലാവരും ശ്രദ്ധിക്കുക. 3 കാര്യം അല്ലാഹുക്ക് ഇഷ്ടമാണ്, 3 കാര്യം വെറുപ്പുമാണ്. സ്വഹീഹ് മുസ്ലിം. ഫയർലാ ലക്കും അൻ തഅബുദൂഹു വലാ തുശ്രികൂ ബിഹി ശൈആ
വഅൻ തഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ. ഇതാണ് അല്ലാഹ് ഇഷ്ടപ്പെട്ട 3 കാര്യം. നിങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നത് അല്ലാഹ്ക്ക് ഇഷ്ടാണെന്ന് പറഞ്ഞ 3 കാര്യം. 1 അൻ തഅബുദൂ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുക, അവന്റെ തൃപ്തിക്ക് വേണ്ടി നിങ്ങൾ ഇബാദത്തുകൾ ചെയ്യുക. അൽ ഇബാദത്തു ഫിഅലു മാ യർലാ ബിഹി റബ്ബു അസ്സ വജൽ. ഇബാദത്തിൽ നിങ്ങൾ വ്യാപൃതരാകുക എന്ന് വെച്ചാൽ കയ്യിലൊരു തസ്ബീഹ് മാല കയ്യിലേന്തി നടക്കുക, എപ്പോഴും ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. ജീവിതത്തിന്റെ നിഖില മണ്ഡലങ്ങളിലും അള്ളാഹു ഇഷ്ടപ്പെട്ട പണികൾ ചെയ്യാ. കുടുംബത്തില്, സമൂഹത്തില്, അയൽക്കാരോട്, പങ്കാളികളോട്, പാർട്ട്ണർമാരോട്, തൊഴിലിടങ്ങളില്, ലോകരോട്, പ്രകൃതിയോട്, പ്രപഞ്ചത്തോട് ഒക്കെ നമ്മൾ ഇടപെടുമ്പോ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട പണി അവിടെയൊക്കെ ചെയ്യാ. അന്തഅബുദൂ, അതോടുകൂടെ നമുക്ക് ഫർളായ കാര്യങ്ങൾ കൃത്യമായി ചെയ്യാ, അതിന്റെ പുറമെ സുന്നത്തായ കാര്യങ്ങൾ സാധിക്കുന്ന അത്ര ചെയ്യാ. ഇത് അള്ളാഹ്ക്ക് ഇഷ്ട. അന്തഅബുദൂ 1. 2 വലാ തുശ്രികൂ ബിഹി ശൈആ, ഒരാളെയും ഒന്നിനെയും അള്ളാഹുവിന്റെ തൃപ്തിയുടെ കൂടെ അള്ളാഹുവിന്റെ കൂടെ പങ്കു ചേർക്കാതിരിക്കുക. അത് അള്ളാഹ്ക്ക് ഇഷ്ട. ഒരാളെയും പങ്കു ചേർക്കാൻ പാടില്ല, ഒരു താല്പര്യത്തെയും പങ്കു ചേർക്കാൻ പാടില്ല. അല്ലാ എന്ന ലക്ഷ്യം, അവന്റെ വജ്ഹ് ലക്ഷ്യം, അവന്റെ റിള ലക്ഷ്യം, അവന്റെ പ്രീതിയും അവന്റെ താല്പര്യവും ലക്ഷ്യം, അതില് പങ്ക് ഇല്ലാതിരിക്കുക എന്നത് അള്ളാഹ്ക്ക് ഏറെ ഇഷ്ട. പരസ്യമായ ശിർക്ക് മാത്രല്ല, രഹസ്യമായ ശിർക്ക്, നിഗൂഢമായ ശിർക്ക്. നമ്മൾ എന്തൊരു നന്മ ചെയ്യുമ്പോഴും നാട്ടുകാരുടെ പ്രശംസ കൂടി കിട്ടട്ടെ, ആളുകളും കൂടി കാണട്ടെ എന്ന ശിർക്ക് നിഗൂഢമായ ശിർക്കാണ്. അതൊക്കെ ഒഴിവാക്കല് അള്ളാഹുവിനേറെ ഇഷ്ടമാണ്. അപ്പൊ 1 ഇബാദത്ത്, 2 ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുക. 3 അല്ലാഹ് തൃപ്തിപ്പെട്ട 3ാമത്തെ കാര്യം വഅൻ തഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖൂ. അല്ലാഹുവിന്റെ കയറായ ഖുർആൻ നിങ്ങൾ മുറുകെ പിടിച്ച് ഐക്യപ്പെട്ട് ഒത്തൊരുമയോടെ നിലനിൽക്കുക. ഖുർആൻ എന്ന അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കിയ കയറില് നിങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് പിടിച്ച് ഐക്യത്തിൽ നിൽക്കുക. വലാ തഫറഖൂ, നിങ്ങൾ ഭിന്നിക്കാതിരിക്കുക, നിങ്ങൾ വിഘടിക്കാതിരിക്കുക, നിങ്ങൾ ഐക്യത്തിൽ നിൽക്കുക എന്നുള്ളത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അള്ളാഹ് ഇഷ്ടപ്പെട്ട കാര്യം നിങ്ങൾ ഒത്തൊരുമയോടെ ഐക്യത്തോടെ നിൽക്കുക. പക്ഷെ ഇന്നത്തെ സാഹചര്യം എന്താ? ഇന്നത്തെ അവസ്ഥ എന്താ? മതസംഘടനകളും സംഘടനാ നേതാക്കന്മാർ പോലും ഐക്യത്തിനല്ല ശ്രമിക്കുന്നത്, ഭിന്നിപ്പിന്. വലിയ മതസംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളുകളുടെ ചില സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഈ സമീപകാലത്ത് കേൾക്കാനായി. എന്താ അത്? നമ്മുടെ സംഘടനക്കാർ മാത്രമാണ് സ്വർഗത്തിലേക്ക്. ഈ സംഘടന ഇവിടെ കേരളത്തിൽ വന്നിട്ട് 10 കൊല്ലായി, അല്ലെങ്കിൽ 100 കൊല്ലായി. അപ്പൊ അതിന് മുമ്പുള്ളവരൊക്കെ എവിടെയിരുന്നു? ഇയാളെന്നെ പറഞ്ഞു തരണം. തരക്കേടില്ല, നമ്മൾ പറയുന്നത് ഖുർആനും ഹദീസുമാണ്. ഈ ലൈനിലുള്ളവരെ സ്വർഗം, അത് ഓക്കെ. അല്ലാതെ നമ്മുടെ സംഘടനയിൽ മെമ്പർഷിപ്പ് ഉള്ളവരും സംഘടനയുടെ അനുയായികളും വക്താക്കളും മാത്രമാണ് സ്വർഗത്തിൽ എന്ന് ഈ നേതാക്കന്മാര് പറഞ്ഞാല് അത് പറയാ മാത്രല്ല, ഏതെങ്കിലും ആ ഒരാളുടെ പക്കൽ അടുക്കല് ചെറിയൊരു വൈകല്യം, ഒരു വ്യതിയാനം, ഒരു കുറവ് കാണുമ്പോ ഭൂതക്കണ്ണാടി മൈക്രോസ്കോപ്പ് വെച്ചിട്ട് ചെന്നിട്ട് ഇങ്ങനെ പരിശോധിച്ചു നോക്കുക. എന്നിട്ട് പറയാ, ദേ ഈ ആളെ സമൂഹത്തിൽ നിന്നും ഉമ്മത്തിൽ നിന്നും ഒറ്റപ്പെടുത്തണം, ഇയാളെ നമ്മൾ പുറത്താക്കിയിരിക്കുന്നു. ഈ പുറത്താക്കാൻ എന്തിനാ ഈ തന്ത, ഈ മൊല്ലന്റെ ആവശ്യം എന്താ? ദീന് ഇപ്പൊ നമ്മളൊരു ജമാഅത്തല്ലേ ഇവിടെ, ഈ ജമാഅത്തിൽ ഒരു മെമ്പർ ഒരു കുറ്റം ചെയ്താൽ നിന്നെ പുറത്താക്കിയിരിക്കുന്നു, മുസ്ലിയാരും പള്ളി കമ്മിറ്റിയും. ചെയ്യാൻ പാടേണ്ടത് ലോകത്ത് ചെയ്യാൻ പാടില്ല. വിളിച്ചിട്ട് ഉപദേശിക്കുക, തിരുത്തിക്കുക, എന്നിട്ട് ചേർത്ത് പിടിക്കുക. ഇതാ ജമാഅത്ത്. തിരുത്തിയിട്ടും തിരിഞ്ഞില്ലെങ്കിലോ ഒരു സസ്പെൻഷനൊക്കെ കൊടുത്തു നോക്കുക, എന്നാലും ഡിസ്മിസ് ചെയ്യണ്ട. സസ്പെൻഷൻ കൊടുക്കണ എന്തിനാ? ഇയാളൊന്ന് മാറി വരട്ടെ എന്ന് എഴുതിയിട്ട് ഒരു ട്രീറ്റ്മെന്റ് ആണത്. ഇതങ്ങനെയല്ല. തലപ്പത്തുള്ള നേതാവ് പറയാ ഇന്ന ആള് സഹകരിക്കരുത്, അപ്പൊ പൊട്ടം വരല്ലോ, ഇപ്പൊ ഇയാളുണ്ട് ഉഷാറാകുക.
ഇന്ന പണ്ഡിതൻ നമ്മളുമായി ശരിയാവൂല, അയാളുമായി സഹകരിക്കരുത് എന്ന് പറയുമ്പോൾ തന്നെ തെക്ബീറില്ല ഈ തെക്ബീർ തൊഴിലാളികൾ. അപ്പൊ ഇയാൾ എവിടെ എത്തിയെന്ന് ഇയാൾക്കാണ് തോന്നുക. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഇടപാട് അതൊക്കെ. ഇതെന്ത് ദീന അതൊക്കെ. എന്നാ ഈ ആരോപിക്കപ്പെട്ട വ്യക്തി പറയാണ്, എൻ്റെ അടുത്തുള്ള തെറ്റെന്താന്നോ പറഞ്ഞു തരാവോ, ഞാൻ നന്നാവട്ടെ, ഒന്ന് ചൂണ്ടിക്കാണിച്ചു തരാവോ, എനിക്കൊന്ന് തൗബ ചെയ്യട്ടെ. ഏയ് നിനക്ക് തൗബ ഇല്ല, തൗബന്റെ വാതിലും അടച്ചു. എന്തൊരു ഗതികേടാലോചിച്ച് നോക്ക്. അള്ളാഹ് വെറുക്കുന്ന കാര്യം അത്. അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന മൂന്നാമത്തെ കാര്യം ഐക്യം. ഖുർആന്റെ അഹ്ലുകാരാണോ? ചില്ലറ ശാഖാപരമായ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവും. തഅസ്സുബ് വലിയ അപകട, പക്ഷപാത നിലപാട്, അത് മദ്ഹബിൽ പോലും അപകട എന്നാ ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറയുന്നത്. നമ്മളിപ്പോ ഷാഫി മുസല്ലല്ലേ ഇവിടെ അല്ലേ? നമ്മൾ ഷാഫിയാക്കൾ പറയാം ഷാഫി മദ്ഹബ് മാത്രമാണ് ശരി, പേട്ടപ്പള്ളി ശരിയല്ല. പറയാൻ പാടില്ല, മണ്ടത്തരാണത്. ഏയ് റാവുത്തർമാരൊക്കെ ഹനഫികൾ ശരിയല്ല, പറയാൻ പാടില്ല, മണ്ടത്തരാണത്. ആ തഅസ്സുബ് തെറ്റാണ്, പൈശാചികതയാണ് ആ ചിന്ത എന്നാ ഇമാം ഗസാലി പറഞ്ഞത്. ഇത് മദ്ഹബില്. പിന്നെ സംഘടനയിലുള്ള തഅസ്സുബിന്റെ പക്ഷപാതിത്വത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇരിക്കട്ടെ, വേറൊരു ചർച്ച. അതിൽ കാട് കയറി പോയ സമയം വൈകും. 3 കാര്യം അള്ളാഹ്ക്ക് ഇഷ്ടാണ്. ഇബാദത്ത് 1, ശിർക്കിൽ നിന്ന് രക്ഷപ്പെട 2, 3 ഐക്യം ചേർത്ത് പിടിക്കുക. വയക്റഹു ലക്കും സലാസ, 3 കാര്യങ്ങൾ അള്ളാഹുവിന് വെറുപ്പാണ്. നിങ്ങളിൽ നിന്ന് 3 കാര്യങ്ങൾ ഉണ്ടാകുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല, വെറുപ്പാണ്. 1 വയക്റഹു ലക്കും സലാസ, 1 ഏതാ? ഖീല വഖാല. വയക്റഹു ലക്കും ഖീല വഖാല. ഖീലയും ഖാലയും അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. എന്താ ഖീലും ഖാലയും? അവിടെ കേട്ടു, ചന്തയെ കേട്ടു, പുഴക്കരയിൽ കേട്ടു, അയാൾ പറഞ്ഞു, ഇത്തരം വർത്തമാനം പറഞ്ഞ് നടക്കല് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അവിടെ കേട്ടതും ഇവിടെ കേട്ടതും അയാള് പറഞ്ഞതും ഇയാള് പറഞ്ഞതും പാടി നടക്കൽ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. കാരണം അതിൽ നല്ലൊരു ശതമാനം കളവുണ്ടാകാം. ഇനി കളവില്ല, സത്യമാണെങ്കിൽ തന്നെ അതിൽ ഫിത്തന ഉണ്ടാകാം, ഫിത്തന കുഴപ്പമുണ്ടാകാം. അതുകൊണ്ട് കളവും ഫിത്തനയും വ്യാപിക്കുന്ന, അവിടെ പറയപ്പെട്ടു, അവിടെ കേട്ടു, അയാള് പറഞ്ഞു എന്നിത്യാദി വാർത്തകൾ പറഞ്ഞു നടക്കല് അള്ളാഹുവിന് ഇഷ്ടമല്ല. 2 വകസറത്തസ് സുആൽ, അനാവശ്യ ചോദ്യങ്ങൾ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അത് പൈസ കടം മേടിക്കുക അനാവശ്യമായിട്ട്, യാചന നടത്തുക അനാവശ്യമായിട്ട്. ഇനി വേണ്ട, ഒരു പണ്ഡിതനോട് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിൽ മര്യാദ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുമ്പോൾ ആ ചോദ്യം തോന്നിയതൊക്കെ നബിയോട് ചോദിക്കാൻ പാടില്ല. സഹാബാക്കൾ ചോദിച്ചു. ഒരാൾ വന്ന് ചോദിച്ചു, ഒരു സഹാബിന്റെ വാപ്പാരാൻ, അങ്ങേരെ പിതൃത്വത്തെ കുറിച്ചൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അയാളെ വാപ്പ വേറെ എന്ന് നാട്ടുകാരൊക്കെ അങ്ങനെ പറഞ്ഞു നടന്നിരുന്നു. ഈ മനുഷ്യൻ വന്നിട്ട് റസൂലിനോട് എന്റെ വാപ്പാരാണ്, റസൂലുള്ള പറഞ്ഞു കൊടുത്തു. വേറൊരാൾ വന്നിട്ട് അയിന അബി, എന്റെ വാപ്പ സ്വർഗത്തിലാ നരകത്തിലാ നബിയെ. ഇതൊക്കെ റോങ് ചോദിക്കാൻ പാടില്ല. എന്റെ വാപ്പ സ്വർഗത്തിലാ നരകത്തിലാ? നബി പറഞ്ഞു നരകത്തിലാ നിന്റെ തന്ത, പറഞ്ഞു കൊടുത്തു. അല്ലാഹു ആയത്തിറക്കി, യാ അയ്യുഹല്ലദീന ആമനു ലാ തസ്അലു അൻ അശിയാഅ ഇൻ തുബ്ദലകും തസുഉകും. മുഅ്മിനീങ്ങളെ, ലാ തസ്അലു അൻ അശിയാ, പല കാര്യങ്ങളും ചുമ്മാ നിങ്ങൾ റസൂലിനോട് ചോദിക്കരുതേ. അനാവശ്യ ചോദ്യങ്ങൾ റസൂലിനോട് ചോദിക്കരുത്. എന്തുകൊണ്ട്? ഇൻ തുബ്ദലകും തസുഉകും, അതിനൊക്കെ മറുപടി വന്നാൽ നിങ്ങൾക്ക് സഹിക്കൂല. ഇപ്പൊ തന്നെ എന്റെ വാപ്പ എവിടെ വെച്ച നരകത്തിലെന്ന് കേട്ടില്ലേ? എന്തായിരിക്കും ആ മനുഷ്യന്റെ മകന്റെ അവസ്ഥ? ഇൻ തുബ്ദലകും തസുഉകും, വേണ്ടാത്ത ചോദ്യം ചോദിച്ചിട്ട് നിങ്ങൾ കഷ്ടത്തിലാകുക, ആ പണിക്ക് നിൽക്കരുത്. അള്ളാഹ്ക്ക് ഇഷ്ടമല്ല ചോദ്യം, റോങ്ങായ ചോദ്യങ്ങൾ. ഇതെവിടെയായാലും, കെട്ടിയോളോടായാലും മൊബൈലിൽ ഇപ്പൊ ആരോടാ സംസാരിച്ച്, അവളെ വീട്ടിൽ വിളിച്ചതാ, എന്നിട്ട് അവൾക്ക് അവിടെ കിടക്കപ്പുറത്തിയില്ല. സംശയം ഉണ്ടെങ്കിൽ നീ അവളില്ലാത്ത നേരത്തെ എടുത്ത് നോക്കണ്ടെന്നല്ല പറഞ്ഞത്. അനാവശ്യ ചോദ്യം എവിടെ റോങ്ങാണ്, അത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. 3-ാമത്തേത് വൈളാഅത്തൽ മാൽ, അള്ളാഹു വെറുക്കുന്ന, അള്ളാഹു അങ്ങേയറ്റം വെറുക്കുന്ന 3-ാമത്തെ കാര്യം ഇളാഅത്തൽ മാൽ, ധനം പാഴാക്കി കളയുക, ദൂർത്തടിച്ച് നശിപ്പിച്ച് കളയുക, അനാവശ്യമായി വ്യയം ചെയ്യുക. ആവശ്യത്തിനുള്ളതാണ് പണം.
ഒരാൾ വീട് പണിതു, അയാൾ സാമ്പത്തികമായി സെറ്റപ്പുള്ള ആളാണ്, പണിതോട്ടെ. എന്നിട്ടതിന്റെ മതിൽ കെട്ടുകൾ പണിതു. ആ മതിൽ കെട്ടുകൾ മോടി പിടിപ്പിക്കാൻ ആ മുതലാളി ചെലവാക്കിയത് 30 ലക്ഷം രൂപ. തൊട്ടു വീടിന്റെ നേരെ മുന്നിലുള്ള അയൽവാസിയായ സാധു അവിടെ വാടകക്കാണ് കിടക്കുന്നത്. ഒരു മാസം 3000 രൂപ വാടക കൊടുക്കാൻ അയാൾക്ക് കഴിയൂല. ഇയാളെ ഗതികേടി 30 ലക്ഷം മതില് മോടികൂട്ടിയ മുതലാളി അറിഞ്ഞിട്ടും ആ മേഖലയിലേക്ക് തിരിഞ്ഞു നോക്കാതെ ഈ പണി ചെയ്യൽ ദൂർത്താണ്, ഇസ്റാഫാണ്, ദുർവ്യയമാണ്, അള്ളാഹു വെറുക്കുന്ന കാര്യമാണ്. വീട് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, ഒരാളെ സെറ്റപ്പിനനുസരിച്ചിട്ടുള്ള വീടുണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ വീട് പണിതു 10,000 സ്ക്വയർ ഫീറ്റ് വീട്. എത്ര ആളാ അവിടെ താമസിക്കുന്നത്? കെട്ടിയോളും കെട്ടിയോനും നാം രണ്ട്, നമുക്ക് രണ്ട് പിള്ളേരും കഴിഞ്ഞു. എത്ര ബെഡ്റൂമാ? 10 ബെഡ്റൂം. 2 പിള്ളേരും കെട്ടിയോനും കെട്ടിയോളും എത്ര ബെഡ്റൂമാ? 10 ബെഡ്റൂം. 2 പിള്ളേർക്കൊരു ബെഡ്റൂം, ഓക്കെ, ഇവർക്ക് രണ്ടാക്കൊരു ബെഡ്റൂം. ഇനി ഗസ്റ്റ് വരുമ്പോ താമസിക്കാൻ ഒരു 2 ബെഡ്റൂം എക്സ്ട്രാ അവിടെ കിടക്കട്ടെ. ബാക്കിയുള്ള 5 ബെഡ്റൂം എന്തിനാ? ഒരു സർവന്റിനെ നിയമിച്ച് മാസം കൂലിയും കൊടുത്തിട്ട് അടിക്കുക, തുടക്കുക, ക്ലീൻ ചെയ്യുക, അതിനു വേണ്ടിയിട്ട് 5 ബെഡ്റൂം. ഇസ്രാഫാണ്. നേരെ മറിച്ച് 10 ബെഡ്റൂം. ഇയാൾ വലിയ നേതാവാണ്, സമുദായ നേതാവാണ്, രാഷ്ട്രീയ നേതാവാണ്, പല ഗസ്റ്റും പല സമയത്തും വരവുണ്ട്, അതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, ഒരു തെറ്റില്ല, ഉപയോഗിക്കണമെങ്കിൽ തെറ്റില്ല. പക്ഷെ ഇവിടെ കാണുന്ന അതല്ല. 5000 സ്ക്വയർ ഫീറ്റ്. എത്ര റൂമുണ്ട്? 12 റൂമുണ്ട്. എത്ര റൂമാ ഉപയോഗിക്കുന്നത്? 3 റൂം. നീ ഉമ്മയും പാപ്പിയും തറവാട്ടിൽ നിന്ന് വന്നാൽ അവർക്കൊരു റൂം, പിന്നെ അളിയം വന്നാൽ അവർക്ക്, അതൊക്കെ ആയിക്കോട്ടെ. ഒരു മാസത്തിൽ 1-2 ഒക്കെ ദിവസം മതി, അതിനൊന്നും കുഴപ്പമില്ല. ഉപയോഗിക്കണം. ഒട്ടും ഉപയോഗിക്കാതെ അനാവശ്യ ചെലവുകൾ, അതാണ് ഇസ്രാഫ്. അത് അള്ളാഹ്ക്ക് ഇഷ്ടല്ല. അത് എല്ലാ രംഗത്തും ഇസ്രാഫ് ഉണ്ട്. ശ്രദ്ധിക്കണം കേട്ടോ. ഭക്ഷണത്തിലും പാനീയത്തിലും വസ്ത്രത്തിലും വാഹനത്തിലും വീടിലും മാത്രമല്ല ധൂർത്ത്, എല്ലാ രംഗത്തുണ്ട്, എല്ലാ മണ്ഡലങ്ങളിലും ധൂർത്തുണ്ട്. അള്ളാഹു ഖുർആനിൽ പറയുന്നു, സംഭാവന ചെയ്യുന്നിടത്ത് പോലും, സ്വതക്ക ചെയ്യുന്നിടത്ത് പോലും, ദാനധർമ്മങ്ങൾ നൽകുന്നിടത്ത് പോലും ധൂർത്തുണ്ട്. എങ്ങനെയുണ്ട്? സംഭാവന ചെയ്യുന്നിടത്ത് ധൂർത്തുണ്ട്, അതും കൂടാൻ പാടില്ല. സൂറത്ത് ഇസ്രായിന്റെ 26-ാമത്തെ ആയത്തൊന്ന് നോക്ക്. വആതിദൽ ഖുർബാ ഹഖ്ഖഹു വൽ മിസ്കീന വബ്നസ് സബീൽ വലാ തുബസ്സിറു തബ്സീറാ. വആതിദൽ ഖുർബാ ഹഖ്ഖഹു, അടുത്ത കുടുംബക്കാരോടുള്ള ബാധ്യത നിങ്ങൾ നിറവേറ്റണം. കുടുംബത്തിൽ പാവപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ സാമ്പത്തികമായി നിങ്ങൾ സഹായിക്കണം. വൽ മിസ്കീന, ദരിദ്രരായ മിസ്കീനുകളെയും അവരുടെ ഹക്ക് കൊടുത്ത് അവരെ സഹായിക്കണം. വബ്നസ് സബീൽ, യാത്രക്കാരായി അവശരായി വരുന്ന പാവപ്പെട്ട മുസാഫിറുകളെയും നിങ്ങൾ സാമ്പത്തികമായി സഹായിക്കണം. തുടർന്ന് അല്ലാഹു പറയുന്നു, വലാ തുബസ്സിർ തബ്സീറാ, ഒരിക്കലും നിങ്ങൾ ധൂർത്തടിക്കരുതേ. എന്തുകൊണ്ട്? ഇന്നൽ മുബസ്സിരീന കാനൂ ഇഖ്വാനശ്ശയാത്വീൻ, തീർച്ചയായിട്ടും ധൂർത്തടിക്കുന്ന ആളുകൾ, ധൂർത്തന്മാർ, കാനൂ ഇഖ്വാനശ്ശയാത്വീൻ, ചെകുത്താന്റെ കൂട്ടുകാരാകുന്നു അവര്. ധൂർത്തടിക്കുന്നവർ ശൈത്വാന്മാരുടെ സഹോദരന്മാരാകുന്നു, ചെകുത്താന്മാരുടെ ചങ്ങാതിമാരാകുന്നു ധൂർത്തടിക്കുന്നവർ. വകാന ശൈത്വാനു ലിറബ്ബിഹി കഫൂറാ, ചെകുത്താനാണെങ്കിൽ റബ്ബിനോട് അങ്ങേയറ്റം നന്ദി കെട്ട കള്ളക്കാഫിറുമാണ്. ഈ കള്ളക്കാഫിറിന്റെ കൂട്ടുകാരാണ് ധൂർത്തന്മാര്. ഈ ആയത്തിൽ അല്ലാഹു ആദ്യം പറഞ്ഞത് ദാനം ചെയ്യാനാണ്, സ്വതക്ക ചെയ്യാനാണ്, സംഭാവന ചെയ്യാനാണ്. ആർക്ക്? കുടുംബത്തിലെ പാവങ്ങൾക്ക്, മിസ്കീനുകൾക്ക്, യാത്രക്കാർക്കൊക്കെ സംഭാവന ചെയ്യുന്ന കാര്യം പറഞ്ഞ് തൊട്ടുടനെ പറയുന്നു ധൂർത്ത് അരുത് എന്ന് വെച്ചാൽ ദാനം ചെയ്യുന്നിടത്ത് പോലും ധൂർത്ത് പാടില്ല എന്ന് വെച്ചാല് എന്റെ ചെലവിനുള്ളത്
എൻ്റെ സ്വന്തം അത്യാവശ്യത്തിനുള്ളത്, എൻ്റെ ആശ്രിതരായ ഭാര്യാസന്താനങ്ങൾക്കുള്ളത്, അത് ഞാൻ എടുത്ത് ഇവരുടെ കാര്യം എൻ്റെ കാര്യം പരിഗണിക്കാതെ പുറത്തേക്ക് സംഭാവന ചെയ്യുകയും എൻ്റെ കുടുംബത്തെ വഴിയാധാരമാക്കുകയും യാചനയിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന പണി ദാനധർമ്മത്തിലുള്ള ധൂർത്താണ്. ഞാൻ എൻ്റെ ആവശ്യം മാറ്റി വെച്ചിട്ട്, എൻ്റെ ഭാര്യൻ്റെ ആവശ്യം മാറ്റി വെച്ചിട്ട്, എൻ്റെ മക്കളെ ആവശ്യം മാറ്റി വെച്ചിട്ട് ഞാൻ സ്വതക്ക ചെയ്യല് ദാനധർമ്മത്തിൻ്റെ മേഖലയിലുള്ള ധൂർത്താണ്. അത് ചെയ്യാൻ പാടില്ല. മഹാനായ സ്വഹാബി വര്യൻ ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു ഒരു സംഭവം പറയുന്നുണ്ട്. എന്താണ്? ഒരു ദിവസം റസൂലിന്റെ മുന്നിലേക്ക് ഒരു സഹാബി ഒരു സ്വർണ്ണക്കട്ടിയുമായി വന്നു. കോഴിമുട്ടയുടെ ഷേപ്പിലുള്ള ഒരു സ്വർണ്ണക്കട്ടി അതുമായി വന്ന് തങ്ങളെ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇത് എൻ്റെ വക സംഭാവനയായി സ്വീകരിച്ചാലും വല്ലാഹി എൻ്റെ അടുത്ത് ഇത് മാത്രമേ ഉള്ളൂ, ഒരു വെള്ളി രൂപ വേറല്ല, ഉള്ളതൊക്കെ ദീനിനു വേണ്ടി അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നിരിക്കുകയാണ് റസൂലേ, ഇത് തങ്ങൾ സ്വീകരിച്ചാലും എൻ്റെ വീട്ടിലൊരു വെള്ളി രൂപ പോലും ഇനിയില്ല, ഉള്ളതൊക്കെ ഇതാണ്, ഇത് സ്വീകരിക്കണം റസൂലേ. അള്ളാന്റെ റസൂല് മുഖം തിരിച്ചു, മൈൻഡ് ചെയ്തില്ല. അങ്ങേരെ ഭാഗത്തുനിന്ന് മുഖം തിരിച്ചു. അപ്പൊ അങ്ങേര് നേരെ ഇങ്ങോട്ട് വട്ടട്ട് വന്നിട്ട് നേരെ വീണ്ടും, റസൂലെ കേട്ടില്ലേ, ആകെ എനിക്കുള്ളത് ഇതാണ്, ഇത് സംഭാവനയായി സ്വീകരിക്കും, സ്വർണത്തിന്റെ കട്ട. രണ്ടാമത് വന്നപ്പോ അത് റസൂല് ദേഷ്യത്തോടു കൂടെ പറഞ്ഞു, ഇങ്ങത്താ എന്നും പറഞ്ഞ് രോഷത്തോടു കൂടെ പറഞ്ഞത് മേടിച്ചിട്ട് അയാളെ നേർക്കൊരൊറ്റ ഏറ്. പക്ഷെ അയാളെ ദേഹത്തിൽ അത് കൊണ്ടില്ല, ശക്തമായി നബി തങ്ങൾ അത് എറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളിൽ പലരും ഉള്ള സമ്പത്ത് മുഴുവനുമായിട്ട് ഇങ്ങോട്ട് വരും സംഭാവന എന്നും പറഞ്ഞിട്ട്, അവരുടെ കുടുംബത്തിനോ ആശ്രിതർക്കോ വേണ്ടത് കരുതി വെക്കാതെ മുഴുവൻ ഇങ്ങോട്ട് കൊണ്ടുവരും, എന്നിട്ട് ആ പാവങ്ങളെ പിച്ചച്ചട്ടിയെടുത്ത് തെണ്ടാൻ വിടും. ഇത് ശരിയല്ല. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖൈറു സ്വദഖത്തി, ഉത്തമമായ ദാനം, ഉത്തമമായ സംഭാവന, മാ കാന അൻ ലഹിരി ഗിന, തൻ്റെ സാമ്പത്തിക ഭദ്രത സംരക്ഷിച്ചുകൊണ്ടുള്ള ധർമ്മമാണ് ഉത്തമമായ ധർമ്മം. സാമ്പത്തിക മേഖലയെ തകർത്തുകൊണ്ടുള്ള ദാനം ഷർറായ സ്വതക്കയാണ്, നാശം പിടിച്ച സംഭാവനയാണ്. ഖൈറു സ്വദഖത്തി, ഉത്തമമായ ദാനം, മാ കാന അൻ ലഹിരി ഗിന, തന്റെ സമ്പത്ത് സേഫ്റ്റി ആക്കിയിട്ട് കൊടുക്കുക, അല്ലാതെ തകർത്തു കൊടുക്കുന്നത് ഷർറായ സ്വതക്കയാണ്, അത് വേണ്ട. ബുഖാരി മുസ്ലിമിലൊക്കെ ഈ ഹദീസ് കാണാം. അള്ളാന്റെ റസൂല് പറയുന്നു, ഖൈറു സ്വദഖ, ഉത്തമമായ ദാനം, സംഭാവന, മാ കാന അൻ ലഹിരി ഗിന, ഒരാൾ തന്റെ സാമ്പത്തിക രംഗം സുരക്ഷിതമാക്കി കൊടുക്കുന്നതാണ്. വബ്ദഅ ബിമൻ തഊൽ, നിന്റെ ആശ്രിതർക്ക് സ്വതക്ക ചെയ്ത് തുടങ്ങുക. ഭാര്യയുടെ വായില് ഭക്ഷണം കൊടുക്കുക, അവൾക്ക് വസ്ത്രം കൊടുക്കുക, മരുന്ന് കൊടുക്കുക, മക്കൾക്ക് കൊടുക്കുക, അവിടുന്ന് തുടങ്ങേണ്ടത് സ്വതക്ക. അത് സ്വതക്ക തന്നെയാണ്. അവരെ അവഗണിച്ചുകൊണ്ടുള്ള പണി പറ്റില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായിട്ട് പറയാൻ. ദാനധർമ്മത്തിൽ പോലും പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സ്വതക്ക ചെയ്യുന്നിടത്ത് പോലും ദൂർത്തുണ്ട്. മഹാനായ സ്വഹാബി വര്യൻ സാബിത്ത് ബിനു ഖൈസ് റളിയല്ലാഹു അൻഹു തോട്ടത്തിലേക്ക് പോവാ, ഈന്തപ്പന തോട്ടത്തിലേക്ക്. എന്തിന്? വിളവെടുപ്പിന്. ഈന്തപ്പനയിൽ നിന്നുള്ള ഈന്തപ്പഴം വിളവെടുക്കാൻ, പറിച്ചെടുക്കാൻ തൊഴിലാളികളുമായിട്ട് പോവാൻ. ആ പോകുന്ന സമയത്ത് അദ്ദേഹം വിളംബരം നടത്തി, ഇന്ന് എൻ്റെ തോട്ടത്തിൽ ആര് വന്നാലും ഞാൻ വെറും കൈയോടെ വിടൂല, എല്ലാവർക്കും കൊടുക്കും. ഇത് കേട്ട നാട്ടിലെ എല്ലാ പാവങ്ങളും ആ തോട്ടത്തിലേക്ക് പോയി. മഹാനായ സാബിത്ത് ബിനു ഖൈസ് റളിയല്ലാഹു അൻഹു രാവിലെ തുടങ്ങിയ ഈന്തപ്പനയിൽ നിന്ന് പഴം പറിക്കൽ തുടങ്ങിയിട്ട് വൈകുന്നേരം വരെ പറിച്ചു. വന്നവർ മേടിച്ചു പോയി. വൈകുന്നേരം നോക്കുമ്പോ തനിക്കും കുടുംബത്തിനും ഒരു ഈന്തപ്പഴം പോലും ഇല്ല, മുഴുവൻ കൊടുത്തു. ഉടനെ ഇറങ്ങി പരിശുദ്ധ ഖുർആനിലെ ആയത്ത്, സൂറത്ത് അൻആമിന്റെ 141 ആയത്ത്, കുലൂ മിൻ സമരിഹി ഇദാ അസ്മറ വആതു ഹഖഹു യൗമ ഹസാദിഹി വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. എന്താ അല്ലാഹു പറഞ്ഞത്?
കുലൂ മിൻ സമരിഹി, നിങ്ങളുടെ തോട്ടത്തിലുള്ള കായ്ക്കനികൾ, പഴങ്ങൾ, അത് വിളവുണ്ടായാൽ, പഴങ്ങളുണ്ടായാൽ നിങ്ങൾ തിന്നണം. നിങ്ങൾക്ക് തിന്നാൻ തന്നെയാണ് അത് ഉണ്ടാക്കി തന്നത്. കുലൂ മിൻ സമരിഹി ഇദാ അസ്മറ, നിങ്ങളുടെ ഫലങ്ങൾ, പഴങ്ങൾ അത് കായ്ച്ചു കഴിഞ്ഞാൽ, അത് വിളവ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ നിന്ന് തിന്നണം. കുലു വആതു ഹഖഹു യൗമ ഹസാദിഹി, വിളവെടുപ്പ് നാളിൽ പാവപ്പെട്ടവന്റെ അവകാശം അവിടെ കൊടുക്കണം. നിങ്ങൾ തിന്നേണ്ടത് നിങ്ങൾ തിന്നണം, കുടുംബത്തിന് കൊടുക്കേണ്ടത് കുടുംബത്തിന് കൊടുക്കണം. വആതു ഹഖഹു യൗമ ഹസാദിഹി, വിളവെടുപ്പ് നാളിൽ അതിന്റെ അവകാശികൾക്കൊക്കെ കൊടുക്കണം. സക്കാത്തിന്റെ അത്ര കൊടുക്കണം. വലാ തുസ്രിഫൂ, മുഴുവൻ നാട്ടിലുള്ള ഫഖീറുമാർക്ക്, മിസ്കീനുമാർക്ക് സംഭാവന ചെയ്തിട്ട് നിങ്ങൾ ധൂർത്തടിക്കരുതേ. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, തീർച്ചയായിട്ടും അല്ലാഹു ധൂർത്തന്മാരെ ഇഷ്ടപ്പെടുന്നില്ല. അത് സംഭാവനയുടെ രംഗത്തുള്ള ധൂർത്തന്മാരായാലും. അപ്പൊ ഒരു ചോദ്യം, മഹാനായ അബൂബക്കർ റളിയല്ലാഹു മുഴുവൻ കൊടുത്തില്ലേ, അത് ധൂർത്താണോ? ചില സ്വഹാബിമാർ വീട്ടുകാരെ പട്ടിണിക്കിട്ട് വിരുന്നുകാരെ സൽക്കരിച്ചില്ലേ, ഖുർആൻ അതിനെ പ്രശംസിച്ചില്ലേ, അത് ധൂർത്തല്ലേ? ന്യായമായ ചോദ്യം. ഇൻഷാ അല്ലാഹ് ആ മേഖല നമുക്ക് പറയാം. ഇപ്പൊ എന്താ പറഞ്ഞത്? ധൂർത്തന്മാരെ അള്ളാഹ്ക്ക് ഇഷ്ടല്ല. ധൂർത്ത് പറഞ്ഞ ഇടപാട് അള്ളാഹ് വെറുക്കുന്നതാണ്. ധൂർത്ത് എല്ലാ രംഗത്തുണ്ട്, സംഭാവനയുടെ രംഗത്ത് പോലും. വുളു ചെയ്യുന്നിടത്തും കുളിക്കുന്നിടത്തുണ്ട്. ഇൻഷാ അല്ലാഹ് അതും പറയണം. പച്ച ഹറാമ് ചിലരിവിടെ കാണിക്കുന്നുണ്ട്. ഈ ഹൗലും കരയിൽ വന്നിട്ട് പച്ച ഹറാമ്, വുളു ചെയ്യുന്നിടത്ത് വെള്ളം ദൂർത്തടിക്കുന്ന ഇസ്രാഫ്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രാഫിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ.